Good morning students. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ഫോർത്ത് ലെസൺ കഴിഞ്ഞു. നിങ്ങൾ അതിൻ്റെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ ടെക്സ്റ്റിലേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങളത് നോട്ടിലേക്ക് ഒരു തവണയെങ്കിലും എഴുതണം. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 37-38 ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. 3 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അത് മിസ് ഇന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് സൂം ചെയ്തിട്ട് വൃത്തിയിൽ എഴുതിയിട്ട് പഠിക്കാം. ടേക്ക് എ ന്യൂ ലെസൺ മോർ അബൌട്ട് എ കീബോർഡ്. വാട്ട് ഈസ് എ കീബോർഡ്? കീബോർഡ് എന്താ? കുറേ ബട്ടൺസ് ഉള്ള കീസ് ഉള്ള ബോർഡിനെയാണ്, ബോർഡ് പോലെ കാണുന്നതിനെയാണ് നമ്മൾ കീബോർഡ് എന്ന് വിളിക്കുക. കീബോർഡിൻ്റെ യൂസസ് എന്താ? കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ, നമ്പർ പിന്നെ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കീബോർഡ് യൂസ് ചെയ്യുന്നു. കീബോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഐക്കൺസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ട്. മൗസ്, കീബോർഡ്, മോണിറ്റർ, അല്ലേ, സ്പീക്കർ, പിന്നെന്തായിരുന്നു, പ്രിൻ്റർ, CPU ബോക്സ്, ഓർക്കുന്നില്ലേ? അപ്പം അതുപോലെ മോർ അബൌട്ട് എ കീബോർഡ്, കൂടുതലായിട്ട് കീബോർഡിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അറിയാം. ടേക്ക് ദ ലെസൺ പേജ് നമ്പർ 40. All of you take the page number 40. Lesson 5 more about a keyboard. Friends, you have learned about keyboard in your previous class. നിങ്ങൾ എല്ലാവരും എന്ത് പഠിച്ചിട്ടുണ്ട്? പ്രീവിയസ് ക്ലാസ്സിൽ മുമ്പേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കീബോർഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. In this chapter you will learn about some special keys and how they work. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് കീബോർഡിലുള്ള കുറച്ച് സ്പെഷ്യൽ കീസ്. സ്പെഷ്യൽ കീ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട കുറച്ച് കീസിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ്, ഹൗ ക്യാൻ വർക്ക്, അത് നമ്മളെങ്ങനെ വർക്ക് ചെയ്യാം. സ്പെഷ്യൽ കീസ്, ടെക്സ്റ്റ് ടൈപ്പിംഗ്, സ്പെഷ്യൽ കീസും അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എ കീബോർഡ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. 1 word ആൻസർ വരും. എ ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ എന്താ നിങ്ങൾ എഴുതണം? കീബോർഡ്. എ കീബോർഡ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ കീബോർഡ് എഴുതണം നമുക്ക് എന്താ അറിയണം? കീബോർഡിൻ്റെ സ്പെല്ലിംഗ് അറിയണം. അപ്പോൾ കീബോർഡ് KEYBOARD സ്പെല്ലിംഗ് 5 times എഴുതി പഠിക്കണം. അണ്ടർലൈൻ ദ സെൻറ്റൻസ്. എ കീബോർഡ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഹാസ് ബട്ടൺസ് കോൾഡ് കീസ്. അതിലുള്ള ബട്ടൺസിനെയാണ് എന്ത് വിളിക്കുന്നത്? കീസ് എന്ന് വിളിക്കുക. കീസ് എന്ന് പറഞ്ഞാൽ താക്കോല്, ഓരോന്ന് തുറക്കാനുള്ള താക്കോല്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കീസ് ഓൺ എ കീബോർഡ് ആർ ഫോളോസ്. പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസാണ് കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 40. വളരെ ഭംഗിയായിട്ട് വളരെ വ്യക്തമായിട്ടൊരു കീബോർഡിൻ്റെ പിക്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? നമ്പേഴ്സ്, ലെറ്റേഴ്സ്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്പർ കീ എങ്ങോട്ടാണ് ആരോ ചെയ്തിട്ടുള്ളത്? 1 to 0 വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ 1 to 0 വരെയുള്ള നമ്പേഴ്സിനെയാണ് എന്ത് പറയുക? ആ കീസിനെയാണ് ഷെയ്ഡ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. ആ കീസിനെയാണ് എന്ത് പറയുക? നമ്പർ കീ. നെക്സ്റ്റ് ബാക്ക് സ്പേസ് കീ. എവിടെയാണ് ബാക്ക് സ്പേസ് കീ? ഇതാ ലൈറ്റ് പേർപ്പിൾ കളറിൽ അവിടെ ബാക്ക് സ്പേസ് കീ. എന്തിനാണ് ബാക്ക് സ്പേസ്? നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഡിലീറ്റ് മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും എഴുതാനാണ് ബാക്ക് സ്പേസിലേക്ക്, ബാക്കോട്ട് പോവാൻ. നെക്സ്റ്റ് ഡെലീറ്റ് കീ. ഡെലീറ്റ് കീ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയാൻ, ഉപേക്ഷിക്കാൻ. നമ്മൾ ഇപ്പോൾ ഒരു പാരഗ്രാഫ് അടിച്ചത് ഫുള്ള് തെറ്റി, അത് സെലക്ഷൻ കൊടുക്കുക, ഡെലീറ്റ് കീ അമർത്തിയാൽ എന്താവും? ഫുള്ളി പോവും. നെക്സ്റ്റ് ആൽഫബറ്റ് കീസ്. ആൽഫബറ്റ് കീസ് നോക്കൂ, ലൈറ്റ് പിങ്ക് കളറിൽ ഇതാ. നമ്മളിത് ഈ ആൽഫബറ്റ് കീസ് നമ്മൾ പഠിച്ച ABCDEFGHIJK വരെ ഓർഡർ പ്രകാരം അല്ല കീബോർഡിൽ ഉണ്ടാവുക. ASDFGF നമ്മളെ ഫിംഗേഴ്സ് ഇങ്ങനെ വരിക. ഇങ്ങനെ വരിക. പുട്ട് ദ ഫിംഗർ ഇങ്ങനെ ASDFGF LKJHJ. അങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ കീബോർഡിൽ നമ്മളെ കൈ ഇങ്ങനെയാണ് വെക്കുക. ഇത് സ്പേസ് ബാർ തട്ടാൻ ഇങ്ങനെയാണ് കൈൻ്റെ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അതിൽ എന്തായിരിക്കില്ല, ഇത് കഴിഞ്ഞാൽ ABCD അല്ല വരിക. നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ട എളുപ്പത്തിന് കീസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ASDFGF LKJHJ അങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള കീസ് മുകളിലാണ് വരുന്നത്. കോട്ടി കീബോർഡ് എന്നാണ് അതിന് പറയുക. എന്താ സ്റ്റാർട്ടിങ് വരുന്നത്? QWERTY. താഴെ ZXCVBNM. കണ്ടോ? ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെയാണ് കീബോർഡ് വരുന്നത്.
അതിന് എന്താണ് പറയുക? ലെറ്റേഴ്സിനെ ആൽഫബറ്റ് കീ. എന്താ പറയുക? ആൽഫബറ്റ് കീ. നെക്സ്റ്റ് സ്പേസ് ബാർ. ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂവിൽ ഒരു ലോങ് സ്പേസ് കാണുന്നുണ്ട്. ഇവിടെ സ്പെല്ലിംഗ് ഒന്നുമില്ല, അതാണ് സ്പേസ് ബാർ. എന്താ സ്പേസ് ബാർ പറഞ്ഞാൽ? ഒരു വാക്ക് എഴുതി കഴിഞ്ഞ് അടുത്ത വാക്ക് എഴുതുമ്പോൾ ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് എഴുതണം. എന്തിനാ? അല്ലെങ്കിൽ കൂട്ടിച്ചേർന്ന് എഴുതിയാൽ വായിക്കാൻ പറ്റുമോ? പാമ്പ് പോണ പോലെ ഉണ്ടാവും. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ എ കീബോർഡ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്? ഒരു ചെറിയ സ്പേസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്ന് ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേസ് ബാർ തട്ടിയിട്ട് വേണം കീബോർഡിന് എഴുതാൻ. അപ്പോഴാണ് ഈ സ്പേസ് ഇവിടെ വരുള്ളൂ. അതിനുപയോഗിക്കാനാണ് ഈ ലോങ് കീ ആയിട്ടുള്ള സ്പേസ് ബാർ ഉപയോഗിക്കുക. അപ്പോൾ കീബോർഡിലെ ലോങ് കീ കൂടിയാണ് സ്പേസ് ബാർ. നെക്സ്റ്റ് എൻ്റർ കീ. എൻ്റർ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. പച്ച നിറത്തിൽ കീബോർഡിന് കളർ കൊടുത്തിട്ടുണ്ട്. എൻ്റർ കീ. ഇപ്പോൾ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തു, അടുത്ത ലൈനിലേക്ക് പോകണം. നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പേപ്പർ അവിടെ നിൽക്കും. ഇവിടുന്ന് ഇപ്പോൾ സെക്കൻഡ് ലൈനിലേക്ക് വരണമെങ്കിൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ലൈനിലേക്ക് വരും. നെക്സ്റ്റ് ആരോ കീ. ആരോ എന്തിനാ? നമ്മൾ റോഡിലൊക്കെ പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ഇടും. നമുക്ക് ദിശ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏരോ ഉള്ളത്. ഇത് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്, അതിനാണ് ഏരോ കീ. ലുക്ക് അറ്റ് ദ ബ്ലാക്ക് ബോർഡ്. ലിസൺ. കീബോർഡിൽ നമ്പർ കീസ്. നമ്പർ കീസ് എന്തിനാ യൂസ് ചെയ്യുക? നമ്പർ ടൈപ്പ് ചെയ്യാൻ. ബാക്ക് സ്പേസ് കീ. ഇതാണ് ബാക്ക് സ്പേസ് കീ. ബാക്ക് സ്പേസ് ബാക്കിലേക്ക് ഇങ്ങനെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിലേക്ക് തട്ടിപ്പോയത് ഇങ്ങനെ മാഞ്ഞു പോകും. വീണ്ടും ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. അതിനാണ് ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെലീറ്റ് കീ. നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ അതിന് സെലക്ഷൻ കൊടുക്കുക. ഡെലീറ്റ് അമർത്തി കഴിഞ്ഞാൽ ഫുള്ളി പോവും. അതായത് ഏത് വാക്ക് ഒരു പാരഗ്രാഫിലെ ഏതെങ്കിലും ഒരു വാക്കാണെങ്കിലും അതിന് സെലക്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെലീറ്റ് അമർത്തി കഴിഞ്ഞാൽ ആ വാക്ക് അവിടെ ഡെലീറ്റ് ആയിപ്പോവും. അത് ഡസ്റ്റ്ബിന്നിലേക്ക് നമ്മൾ വേണ്ടാത്തത് ചാടൂലേ, അതുപോലെ ഡെലീറ്റ് ആയിട്ട് കളയും. ആൽഫബറ്റ് കീ. ആൽഫബറ്റ് കീ എന്താ? മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത് Z എന്ന അക്ഷരമാണ്. ആൽഫബറ്റ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആൽഫബറ്റ് കീ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്പേസ് ബാർ. സ്പേസ് ബാർ എന്ന് പറയുന്നത് ദ ലോങ്സ്റ്റ് കീ ഓൺ ദ കീബോർഡ്. കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ ആണ് ആര്? സ്പേസ് ബാർ. സ്പേസ് ഇതാക്കാം, ഓരോ ഗ്യാപ്പ്. ഇപ്പോൾ ഡെലീറ്റ് കീ, ഇവിടെ ഒരു സ്പേസ് കണ്ടോ? ഈ സ്പേസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡിൽ സ്പേസ് ബാർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എൻ്റർ കീ. എൻ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സെൻറ്റൻസിലേക്ക്, ഒരു ന്യൂ ലൈനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റർ കീ യൂസ് ചെയ്യുന്നത്. ആരോ കീ നോക്കിക്കേ. ആരോ കീസ് ഉണ്ട് 4. ഇതെന്താണ്? അപ്പ് മുകളിലേക്ക് പോവാൻ, ഡൗൺ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാൻ, ലെഫ്റ്റ് ഇടത് ഭാഗത്തേക്ക്, റൈറ്റ് വലത്ത് ഭാഗത്തേക്ക്. അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ 4 കീസ് ആണ് നമ്മളെ കീബോർഡിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം? പേജ് നമ്പർ 40 എടുക്കണം. ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് വായിക്കുക. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അതിൽ എ കീബോർഡ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ എന്നുള്ളത് 5 ടൈംസ് നോട്ട്ബുക്കിലേക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? എ കീബോർഡ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഒരു ഭാഗമാണ് കീബോർഡ്. അപ്പൊ എ ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? കീബോർഡ്. അണ്ടർസ്റ്റാൻഡ്? പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് കീബോർഡ് നന്നായി മനസ്സിലാക്കി വെക്കുക. ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലൊരു A4 ഷീറ്റ് പേപ്പറിൽ നമ്മൾ ഇതേപോലെ ഒരു കീബോർഡ് വരച്ചിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ദ നമ്പർ കീ, ബാക്ക് സ്പേസ് കീ, ഡെലീറ്റ് കീ, ആൽഫബറ്റ് കീ, സ്പേസ് ബാർ, എൻ്റർ കീ, ആരോ കീ, അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നല്ല ഭംഗിയിലൊരു കീബോർഡ് തയ്യാറാക്കി വെക്കുക കേട്ടോ. എത്രയും വേഗം സ്കൂൾ തുറക്കട്ടെ. സ്കൂൾ തുറന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള കീബോർഡ് ഇതേപോലെ ബുക്ക് നോക്കിയിട്ട് അതേപോലെ എല്ലാ കീസും കറക്റ്റ് ആയിരിക്കണം. എന്തൊക്കെയാണെന്നുള്ളത് സൂക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ എഴുതി വരണം. ഇപ്പോൾ ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്യാം. ഇനി ഓരോ കീസിൻ്റെ യൂസസും കൂടെ നോക്കണം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം. നമ്പർ കീ ഉണ്ട്, ആൽഫബറ്റ് കീ ഉണ്ട്, സ്പേസ് ബാർ ഉണ്ട്, എൻ്റർ കീ, ബാക്ക് സ്പേസ് കീ, ഡെലീറ്റ് കീ. നമ്പർ കീ എന്തിനാണ്? These keys are used for typing numbers. Numbers type ചെയ്യാൻ നമ്പർ കീ. ആൽഫബറ്റ് കീ എന്തിനാ? These keys are using for typing letters. Letters type ചെയ്യാൻ. And space bar, this key gives blank space between words. 2 വേർഡ്സിലുള്ള ഒരു ബ്ലാങ്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എൻ്റർ കീ. സോറി, സ്പേസ് ബാർ. എൻ്റർ കീ എന്താണ്? ദിസ് കീ മൂവ്സ് ദ കഴ്സർ ടു ദ നെക്സ്റ്റ് ലൈൻ. അടുത്ത ലൈനിലേക്ക് പോകാനാണ് നമ്മൾ
എൻ്റർ കീ യൂസ് ചെയ്യുന്നത്. ബാക്ക് സ്പേസ്, ദിസ് കീ ഇറേസസ് ലെറ്റേഴ്സ് ടൈപ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കേഴ്സർ. കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് മായ്ച്ച് കളയാൻ, ഇറേസ് ചെയ്യാന്ന് പറഞ്ഞാൽ മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കുന്നത്. ഡിലീറ്റ് കീ, ദിസ് കീ ഇറേസസ് ലെറ്റേഴ്സ് ടൈപ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ കേഴ്സർ. കേഴ്സറിൻ്റെ റൈറ്റ് സൈഡിൽ മായ്ക്കാൻ നമ്മൾ ഡിലീറ്റ് കീയും ലെഫ്റ്റ് സൈഡിൽ മായ്ക്കാൻ നമ്മൾ ബാക്ക് സ്പേസ് കീയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരും. ഏത് കീയാണ്? റൈറ്റ് സൈഡ് ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുക ഡിലീറ്റ്, ലെഫ്റ്റ് സൈഡ് ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുക ഏതാണ്? ബാക്ക് സ്പേസ് കീ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വായിക്കണം. Arrow key, these keys move the cursor up, down, left and right. മുകളിലേക്കും താഴത്തേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാനാണ് arrow keys ഉപയോഗിക്കുന്നത്. അവിടെ ഒരു സ്മോൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. The cursor is a small blinking line. ഒരു ചെറിയ ബ്ലിങ്കിങ് ലൈനാണ് cursor. You see it on the screen when you type. നമ്മൾ എപ്പോഴാണോ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബ്ലിങ്കിങ് ലൈൻ കാണും. That is a cursor. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്യുക, കീബോർഡ് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, താങ്ക് യു.